ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചന്ദ്ര സുധിക്ക് വേണ്ടി ഇത്രയും നാളായിട്ട് ഒന്നും ചെയ്തിട്ടില്ലെന്നും സുധീനോട് സ്നേഹമുണ്ട്, സുധി വലിയ നിലയിൽ എത്തിക്കാണാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അതിനുവേണ്ടി ചന്ദ്ര ഒരിക്കൽ പോലും പ്രയത്നിച്ചിട്ടില്ലെന്നൊക്കെ ശ്രുതി പറയുമ്പോഴേക്കും ചന്ദ്രക്ക് ഒന്നുകൂടെ ദേഷ്യം വരുവാണ്. അമ്മ എന്ന നിലയിൽ സുധിക്ക് വേണ്ടി ഒന്നും ചന്ദ്ര ചെയ്തു കൊടുത്തിട്ടില്ലെന്ന് ശ്രുതി പറയുമ്പോഴേക്കും ചന്ദ്ര ദേഷ്യം കൊണ്ട് ശ്രുതിയെ ഒന്നും കൂടി കുറേ തല്ലുവാണ്. ശ്രുതിയുടെ വായിൽ നിന്ന് തന്നെ ഇങ്ങനെ കേൾക്കുമ്പോഴേക്കും ശ്രുതി തകർന്നു പോവാണ്. ശ്രുതി പിന്നെ ശ്രുതിയെ മൈൻഡ് പോലും ചെയ്യാതെ അവിടെ നിൽക്കുവാണ്. രവീന്ദ്രൻ ചന്ദ്രയെ തടുക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അവൾ പറഞ്ഞത് കേട്ടില്ലേ, ഞാൻ നല്ലൊരു അമ്മയല്ലെന്ന്. ഇവളാണോ എൻ്റെ മകനെ 7 ഡിഗ്രി എടുക്കുന്ന അത്രയും വിധത്തിൽ പഠിപ്പിച്ചു വിട്ടത്? അവളുടെ അഹങ്കാരം കണ്ടില്ലെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ശ്രുതിയെ ഒരു വാക്ക് പറഞ്ഞതിന് ആൻറ്റി ഇത്രയും ദേഷ്യപ്പെടുന്നു, എന്നാൽ ആ ശ്രുതിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടോ ആൻറ്റി എന്ന് വീണ്ടും ശ്രുതി ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര വീണ്ടും തല്ലാൻ പോവുകയാണേ. എന്നിട്ട് പറയുന്നുണ്ട്, കാശുള്ളതിൻ്റെ അഹങ്കാരമാണോടി നിനക്ക്? ഇതൊക്കെ ഉള്ളിലിട്ടുകൊണ്ടാണല്ലേ നീ ഇത്രയും നാൾ ഇവിടെ ഞങ്ങളോട് സ്നേഹത്തോടെ പെരുമാറിയിരുന്നത്? ഇപ്പോൾ നിൻ്റെ ഉള്ളിലുള്ള വിഷമെല്ലാം പുറത്ത് വന്നോടി ശ്രുതി എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഒരുപാട് ചീത്തയും പറയുന്നുണ്ട്. ശ്രുതിയെ ഇടിക്കാൻ പോകുമ്പോഴേക്കും രവീന്ദ്രൻ തടയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഇതമ്മ റൂട്ട് മാറ്റി വിടുക, ശ്രുതിയെ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷിക്കാൻ ശ്രുതിയെ ഇരയാക്കുവാണ് ഈ അമ്മ എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. വർഷയും സച്ചിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ഈ പ്രശ്നത്തിൽ രണ്ടുപേരും ഒരുപോലെ കുറ്റക്കാരാ, അതിൽ ശ്രുതി ചേച്ചിയെ മാത്രം ഇങ്ങനെയിട്ട് തല്ലേണ്ട ഒരു കാര്യവും ഇല്ല എന്ന് വർഷ പറയുമ്പോഴേക്കും ചന്ദ്ര ദേഷ്യം കൊണ്ട് തുള്ളുവാണ്. കണ്ടില്ലേടി, നീ കാരണം ഇപ്പോൾ എല്ലാവരും കൂടി എന്നെ ചോദ്യം ചെയ്യുന്ന അവസ്ഥ വരെ എത്തി. എല്ലാവരുടെ മുമ്പിലും ഞാനിപ്പോൾ നാണം കെട്ട് നിൽക്കുക. എനിക്ക് വരുന്ന ദേഷ്യത്തിൽ നിന്നെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് ശ്രുതിയെ വീണ്ടും തല്ലാൻ പോകുമ്പോഴേക്കും രവീന്ദ്രൻ വീണ്ടും തടുത്തിട്ട് പറയുന്നുണ്ട്, ശ്രുതി നീ അകത്തോട്ട് പോകുന്നു പറഞ്ഞ് മുറിയിലോട്ട് പറഞ്ഞു വിടുവാണ് ശ്രുതിയെ. പിന്നെ ശ്രുതി മുറിയിൽ പോയിരുന്ന ഒരേ കരച്ചിലാണ്. സച്ചി രവീന്ദ്രനോട് പറയുന്നുണ്ട്, ജഡ്ജി അമ്മ ദേഷ്യപ്പെട്ടതൊക്കെ കൊള്ളാം, പക്ഷെ ആ ഓട്ടക്കാരനിട്ട് കൂടി 2 എണ്ണം പൊട്ടിക്കണമായിരുന്നു. മലേഷ്യയിലെ മരുമോളെ പോലെ വേറെ ആരും ഇല്ലെന്ന് പറഞ്ഞായിരുന്നില്ലേ ഇത്ര നാൾ നടപ്പ്? ഇപ്പം കണ്ടില്ലേ എന്തായി എന്നൊക്കെ സച്ചി ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട്. ചന്ദ്ര ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ ഭാര്യ പാവപ്പെട്ട വീട്ടിലെ പെണ്ണായിരിക്കും, പക്ഷെ ഒരാളെയും ഇതുവരെ ചതിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, എടാ സച്ചി ഞാൻ അല്ലെങ്കിൽ തന്നെ എൻ്റെ നിയന്ത്രണം വിട്ട് നിൽക്കുക, ഒന്നും മിണ്ടാതിരിക്കുമെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ദേഷ്യപ്പെടുന്നുണ്ട്. അമ്മ കൂട്ടിക്കൊണ്ടുവന്ന മരുമകളുടെ ഗുണം ഇപ്പം കണ്ടില്ലേ എന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി ഒന്നും മിണ്ടാതെ ശ്രുതിയുടെ അടുത്തോട്ട് മുറിയിലോട്ട് കയറിപ്പോകാൻ പോകുമ്പോഴേക്കും ചന്ദ്ര തടുക്കുവാണ്. എവിടെ പോവാടാ നീ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി ആകെ തകർന്ന അവസ്ഥയിലാണ്, അവൾ എന്തെങ്കിലും ചെയ്തു കളയുമെന്ന് എനിക്ക് പേടിയുണ്ടെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അവളൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ല, നീ മുറിയിലോട്ട് പോകരുത്, അങ്ങോട്ടേക്ക് പോടാന്ന് പറഞ്ഞിട്ട് ചന്ദ്രയുടെ മുറിയിലോട്ട് പറഞ്ഞു വിടുവാണ് ശ്രുതിയെ. രേവതി മുറിയിൽ പോയി ശ്രുതിയെ വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്ര അതും തടുക്കുന്നുണ്ട്. എന്തിനാടി അവളെ വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഇല്ലമ്മേ ശ്രുതി എന്തെങ്കിലും ചെയ്യുമോന്ന്, അവളൊന്നും ചെയ്യില്ലെന്ന് ഞാൻ പറയുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് രേവതിയും അവിടെ നിന്ന് മാറ്റുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, തെറ്റ് മുഴുവൻ ചെയ്തത് അവളാ, എന്നിട്ട് എൻ്റെ മകൻ ഒന്നിനും കൊള്ളൂലാത്തവനാണെന്നാണ് അവൾ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, മതി ചന്ദ്രയെ നിർത്ത്, എടാ ശ്രുതി നീ മുറി പോയി ശ്രുതിയെ സമാധാനിപ്പിക്കുന്നു പറയുമ്പോഴേക്കും ചന്ദ്ര സമ്മതിക്കുന്നില്ല കേട്ടോ, നീ അവിടെ നനങ്ങിപ്പോകരുത്, അവിടെ തന്നെ ഇരുന്നോളണം, അവളെ സമാധാനിപ്പിക്കാനും നിൽക്കണ്ട, ഒന്നിനും നിൽക്കണ്ട, ഞാൻ പറഞ്ഞതനുസരിച്ച് അവിടെ ഇരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ശ്രുതിയെ ചീത്ത പറയുവാണ്. പിന്നെ കാണിക്കുന്നത് സച്ചിയും രേവതിയും കൂടി അടുക്കളയിലിരുന്ന് സംസാരിക്കുന്നതാണ്. രേവതി പറയുന്നുണ്ട്, ശ്രുതിയോട് അമ്മ ഇത്രത്തോളം ദേഷ്യപ്പെടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എനിക്കറിയായിരുന്നു, പക്ഷേ തല്ലുവെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല, അത്രയും ബിൽഡപ്പല്ലേ ശ്രുതി അമ്മയുടെ മുമ്പിൽ കാണിച്ചു വെച്ചിരുന്നത്, അമ്മയ്ക്ക് എല്ലാം കൂടി ദേഷ്യം വന്നിട്ടുണ്ടാവും, അതാ തല്ലിയത്. പാലറേട്ടത്തി നല്ല 1-ാം തരം ഫ്രോഡാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, കുറേ കാര്യങ്ങൾ പാലറേട്ടത്തി എല്ലാവരിൽ നിന്നും മറയ്ക്കുന്നുണ്ട്, അത് ഓരോന്നോരോന്നായിട്ട് ഇനിയും പുറത്തോട്ട് വരും എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ആ നീലിമ ഇവിടെ വന്ന് സത്യങ്ങളൊന്നും പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇതൊന്നും ആരും വിശ്വസിക്കില്ലായിരുന്നു എന്നൊക്കെ രേവതി പറയുവാണ്. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്ന് കേട്ടിട്ടില്ലേ, അതാണിപ്പോൾ സംഭവിച്ചത് രേവതി. എല്ലാത്തിനും ആ കൂളിംഗ് ഗ്ലാസ്സിനോടാണ് നന്ദി പറയേണ്ടതെന്ന് പറയുമ്പോഴേക്കും രേവതി അതെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നീലിമ ആ കൂളിംഗ് ഗ്ലാസ് തന്നതുകൊണ്ടല്ലേ അത് വെച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ പൂക്കടയിലോട്ട് വന്നതും സെൽഫി എടുത്തതും, ആ ഫോണിൽ ചെക്ക് ചെയ്തപ്പോഴല്ലോ നിങ്ങളത് നീലിമയാണെന്ന് മനസ്സിലാക്കിയത്, അപ്പോൾ ആ കൂളിംഗ് ഗ്ലാസ്സിനല്ലേ ഞാൻ നന്ദി പറയേണ്ടതെന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി ശരിയാ സച്ചിയേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ വർഷയും ശ്രീകാന്തും കൂടി അടുക്കളയിലോട്ട് വരുവാണ്. എന്നിട്ട് നടന്ന സംഭവത്തെക്കുറിച്ചൊക്കെ അവരും സംസാരിക്കുന്നുണ്ട്. ശ്രീകാന്ത് പറയുന്നുണ്ട്, ശ്രുതിയേട്ടൻ ഇങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, പക്ഷേ ശ്രുതി ചേച്ചി ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എടാ ശ്രുതിയേക്കാളും വലിയ ഫ്രോഡാ ശ്രുതി, ഇനിയും എന്തൊക്കെ കാര്യങ്ങൾ ഞങ്ങളിൽ നിന്നും മറച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാം എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. അമ്മ എങ്ങനെയാ ശ്രുതി ചേച്ചിയെ കൊണ്ടു നടന്നത്, എന്നിട്ട് ആ ശ്രുതി ചേച്ചി തന്നെ
അമ്മയിൽ നിന്ന് ഇക്കാര്യം മറച്ചു വെച്ചല്ലോ, അതാണ് അമ്മക്ക് ദേഷ്യം എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എടാ ശ്രുതിയും ശ്രുതിയും ഇപ്പോൾ ഈ കാര്യം അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അമ്മ ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കത്തുള്ളൂ. കാരണം അമ്മ അവരെ രക്ഷിക്കാൻ ശ്രമിക്കും. അമ്മയുടെ ദേഷ്യത്തിൻ്റെ കാരണം എന്താണെന്നറിയോ? എല്ലാ കാര്യങ്ങളും അമ്മയോട് പറഞ്ഞിരുന്ന ശ്രുതി ഇക്കാര്യം മാത്രം പറഞ്ഞില്ല. പാലറേട്ടത്തി പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതാണ് അമ്മയ്ക്ക് ഇത്രയും ദേഷ്യം എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. സച്ചിയേട്ടൻ തെളിവുകളൊന്നും ഇല്ലാതെയാണ് ഇക്കാര്യം ഇവിടെ വന്ന് പറഞ്ഞിരുന്നതെങ്കിൽ ആരും വിശ്വസിക്കില്ലായിരുന്നു എന്ന് വർഷ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതെനിക്കറിയായിരുന്നു വർഷേ, അതാ ഞാൻ കൈയോടെ നീലിമയും കൂട്ടി തന്നെ ഇങ്ങോട്ട് വന്നത്. നീലിമയുടെ കയ്യിൽ നിന്നും ആ പൈസ പോയതിൻ്റെ ദേഷ്യം അവൾക്ക് ഇപ്പോഴും ഉണ്ട്, അതാണ് അവൾ എൻ്റെ കൂടെ വന്നതെന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. ശ്രുതി ചേച്ചിയും ശ്രുതിയേട്ടനും ഇക്കാര്യം എല്ലാവരിൽ നിന്നും മറച്ചത് തെറ്റാ, പക്ഷെ ആ വിഷയത്തിൻ്റെ പേരിൽ ശ്രുതി ചേച്ചിയെ ഇങ്ങനെ തല്ലേണ്ട കാര്യമില്ലായിരുന്നു എന്ന് വർഷ പറയുമ്പോഴേക്കും രേവതിയും അത് ശരിവെക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, പിന്നെ തെറ്റ് ചെയ്ത തല്ലാതെ വേറെ എന്ത് ചെയ്യാനാന്ന് ചോദിക്കുവാണ്. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ സച്ചിയേട്ടൻ്റെ തല്ലുന്ന സ്വഭാവം എവിടെന്നാ കിട്ടിയതെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായതെന്ന് വർഷ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ടേ, വർഷ എന്താ പറയുന്നത്, എനിക്ക് അമ്മയുടെ സ്വഭാവമാണെന്നോ? എനിക്ക് ആ സ്വഭാവമൊന്നുമില്ല, എനിക്ക് എൻ്റെ അച്ഛൻ്റെ സ്വഭാവമാണെന്ന് സച്ചി പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ടേ, എടാ അച്ഛൻ ഒച്ചയെടുത്ത് സംസാരിക്കാറ് പോലുമില്ല, ആ അച്ഛൻ്റെ സ്വഭാവമാണോ സച്ചിയേട്ടൻ എന്നൊക്കെ ചോദിക്കുവാണ് ശ്രീകാന്ത്. അപ്പോൾ സച്ചി ഒന്നും മിണ്ടാതെ ചിരിച്ചുകൊണ്ട് നിൽക്കുവാണേ. അപ്പോൾ വർഷ പറയുന്നുണ്ട്, ഒന്നെങ്കിൽ ആൻറ്റിക്ക് രണ്ടുപേരോടും ക്ഷമിച്ചു വിടുമായിരുന്നു, അല്ലെങ്കിൽ തല്ലുമ്പോൾ രണ്ടുപേരെയും ഒന്നിച്ച് തല്ലണമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അത് ശരിയാ, ശ്രുതിക്കിട്ടും കൂടി കൊടുക്കണമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും വർഷ വീണ്ടും പറയുവാണേ, ശ്രുതി സ്വന്തം മകനല്ലേ, ശ്രുതി ചേച്ചിയാണെങ്കിൽ വേറെ വീട്ടിൽ നിന്ന് വന്ന പെണ്ണല്ലേ, അപ്പോൾ എന്തും ചെയ്യാനുള്ള ധൈര്യമാണ് ആൻറ്റിക്കെന്നൊക്കെ പറയുന്നുണ്ട്. ശ്രുതിയുടെ മാനസികാവസ്ഥ ശരിയല്ലെന്നും മുറിയിൽ ഒറ്റയ്ക്കല്ലേ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പേടിയുണ്ടെന്നൊക്കെ രേവതി പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, പാലറട്ടത്തി ഒന്നും ചെയ്യാൻ പോകുന്നില്ല, അതോർത്ത് നിങ്ങൾ ആരും പേടിക്കണ്ട. ശ്രീകാന്ത് പറയുന്നുണ്ട്, ശ്രുതിച്ചേട്ടനെ പറ്റിയ ജോഡി തന്നെയാ ഏതായാലും ശ്രുതി ചേച്ചി എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എന്നാലും ശ്രുതി ആ നീലിമ വന്ന് സത്യങ്ങൾ പറഞ്ഞപ്പോഴേക്കും ഇതെല്ലാം ശ്രുതിയുടെ ഐഡിയ ആണെന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടല്ലോ. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അത് ശ്രുതിച്ചേട്ടനെ പണ്ടേ ഉള്ള സ്വഭാവമല്ലേ, എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അത് വേറെ ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കും. ഇവിടെയും ആ ശ്രുതി ചേച്ചിയുടെ തലയിൽ എല്ലാ കുറ്റങ്ങളും കെട്ടിവെച്ച് രക്ഷപ്പെടാനാണ് ശ്രുതിയേട്ടൻ ശ്രമിച്ചതെന്നൊക്കെ ശ്രീകാന്ത് പറയുമ്പോഴേക്കും ശ്രുതി ഇതൊക്കെ പുറത്തുനിന്ന് കേൾക്കുവാണ്. പാലറേട്ടത്തിയെ ഒറ്റിക്കൊടുത്ത് അവിടെ നിന്നും ശ്രുതി രക്ഷപ്പെട്ടു എന്നൊക്കെ സച്ചി പറയുവാണ്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, വേഴ്സ്റ്റ് ഹസ്ബൻഡാണ് ശ്രുതി, ആ സ്വന്തം ഭാര്യ അടിമേടിക്കുന്നത് കണ്ടിട്ടും ഒന്നും മിണ്ടാതെ നിൽക്കുമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അവൻ്റെ പഴയ കാമുകി നീലിമ അവളും ഇവനെ ഒന്നിനും കൊള്ളില്ലെന്ന് പറഞ്ഞു, അവൻ്റെ സ്വന്തം ഭാര്യയും ഇവനൊരു കഴിവില്ലെന്നും പറഞ്ഞു, മൊത്തത്തിൽ അവനൊരു മണ്ടനാണെന്നാ വന്ന രണ്ട് പെണ്ണുങ്ങളും പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ നാലുപേരും അടുക്കളയിലിരുന്ന് ചിരിക്കുവാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ശ്രുതിക്ക് പുറത്തുനിന്ന് ദേഷ്യവും സങ്കടവും എല്ലാം കൂടി വരുവാണ്. ശ്രുതി എന്നിട്ട് പയ്യെ ശ്രുതിയുടെ മുറിയിലോട്ട് പോവാണ്. എന്നിട്ട് ശ്രുതി എന്ന് വിളിച്ചടുത്ത് ചെല്ലുമ്പോഴേക്കും ശ്രുതി ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുവാണ് ശ്രുതിനോട്. എന്ത് ധൈര്യത്തിലാണ് ശ്രുതി ഇപ്പോൾ എൻ്റെ അടുത്തോട്ട് വന്നത്? അമ്മ എന്നെ തല്ലുമ്പോഴേക്കും അതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നില്ലേ? അതൊന്നും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഷോക്കായത് വേറൊരു സംഭവമാണ്. എന്നെ തല്ലുന്നത് കണ്ടിട്ടും ശ്രുതി ഒരക്ഷരം പോലും മിണ്ടിയില്ല. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പോലും അമ്മയോടൊന്ന് ചോദിച്ചില്ല. എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നില്ലേ ശ്രുതി? എന്നോട് മിണ്ടരുത്, ഇവിടെ നിന്നും പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ചൂടാവുകയാണ് ശ്രുതിയോട്. നീ ചെയ്തത് തെറ്റല്ലേ ശ്രുതി എന്നാണ് അപ്പോഴും ശ്രുതി ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. എന്താ ശ്രുതി ഇങ്ങനെ പറയുന്നത്? പൈസ ശ്രുതിയും കൂടി അറിഞ്ഞിട്ടല്ലേ ഇങ്ങനെ ബിസിനസ് തുടങ്ങാൻ വേണ്ടി എടുത്തത്? ഇപ്പോൾ അമ്മയെ പോലെ തന്നെ ശ്രുതിയും ആ കുറ്റം മൊത്തം എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുവാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഞാൻ അതിനെപ്പറ്റിയല്ല പറഞ്ഞത്, നീ എന്തിനാ അമ്മയെ ദേഷ്യപ്പെടുത്തുന്ന വിധത്തിൽ സംസാരിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ശ്രുതിക്ക് ഒന്നുകൂടെ ദേഷ്യം വരുവാണ്. ഓഹോ, അപ്പോൾ നിൻ്റെ അമ്മ എന്നെ തല്ലിയതിൽ ഒരു കുഴപ്പമില്ല, ഞാൻ അങ്ങനെ സംസാരിച്ചതിലാണ് നിനക്ക് പ്രശ്നം എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി വീണ്ടും പറയുന്നുണ്ട്, അമ്മ തല്ലിയത് തെറ്റ് തന്നെയാ, പക്ഷെ നീ എന്തിനാ അമ്മയോട് അങ്ങനെയൊക്കെ പറഞ്ഞേന്നൊക്കെ ചോദിക്കുവാണ് ശ്രുതി. എന്നെപ്പറ്റി എന്തൊക്കെയാ നീ അമ്മയോട് പറഞ്ഞത്? അത് കേൾക്കുമ്പോൾ എനിക്ക് തന്നെ ദേഷ്യം വരുമായിരുന്നു. ദേഷ്യത്തോടൊപ്പം തന്നെ ഞാൻ തകർന്നും പോയി. നീ എന്നെപ്പറ്റി ഇങ്ങനെയൊക്കെയാണല്ലോ ചിന്തിച്ച് വെച്ചിരിക്കുന്നതെന്ന് ഓർത്തപ്പോഴേക്കും എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഇമോഷണൽ ആവുകയാണ്. എനിക്ക് ബുദ്ധിയില്ല, ജോലി ചെയ്യാനുള്ള കഴിവില്ല, ഞാൻ ഒന്നിനും കൊള്ളില്ലാത്തവനാണെന്നൊക്കെ നീ പറഞ്ഞില്ലെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, കല്യാണത്തിന് മുമ്പ് അങ്ങനെയായിരുന്നില്ലേ ശ്രുതി? ജോലിക്കൊന്നും പോവാതെ ഇവിടെ ഇരിക്കുമായിരുന്നില്ലേ? കല്യാണം കഴിഞ്ഞിട്ടും അങ്ങനെ തന്നെ. ശ്രുതി ഒരുപാട് പഠിച്ചിട്ടുണ്ട്, 7 ഡിഗ്രി ഉണ്ട്, പക്ഷെ ആ 7 ഡിഗ്രി വെച്ചിട്ട് 1 രൂപ പോലും സമ്പാദിക്കാൻ ശ്രുതിയെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ശ്രുതി ചോദിക്കുവാണ്. ശ്രുതിക്കപ്പം ദേഷ്യം വരുന്നുണ്ടേ. ശ്രുതി നീ നിർത്തിക്കോ, ഞാനൊരു മണ്ടൻ എന്ന രീതിയിലാണ് നീ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, എനിക്കൊരു കഴിവുമില്ലെന്നാണ് നീ ഇപ്പോൾ പറയുന്നതെന്നൊക്കെ നിന്നെക്കാളും വിവരം എനിക്കുണ്ടെന്നൊക്കെ ശ്രുതി പറയുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, വിവരം കൂടിപ്പോയത് കണ്ടാണോ ശ്രുതി പാർക്കിൽ പോയി ഉറങ്ങിക്കൊണ്ടിരുന്നതെന്നൊക്കെ വീണ്ടും ചോദ്യം ചെയ്യുവാണ് ശ്രുതി.
ജോലിക്ക് പോകണമെന്ന് പറഞ്ഞ് പറ്റിച്ച് പാർക്കിൽ പോയി ഉറങ്ങുമായിരുന്നു. എല്ലാവരെയും ശ്രുതി പറ്റിച്ചു. അതൊന്നും നിങ്ങളുടെ അമ്മയ്ക്ക് ഒരു തെറ്റായിട്ട് തോന്നിയില്ല. ശ്രുതിക്ക് വേണ്ടി ഞാൻ ചെയ്തു കൊടുത്തത് അവർക്കൊരു തെറ്റായിട്ട് തോന്നി എന്നൊക്കെ ശ്രുതി ചോദിക്കുവാണ് ശ്രുതിയോട്. ഞാൻ പറഞ്ഞതിൽ എന്ത് തെറ്റുണ്ടെന്നാണ് ശ്രുതിയും ശ്രുതിയുടെ അമ്മയൊക്കെ പറയുന്നത്. ഞാനില്ലായിരുന്നെങ്കിൽ ശ്രുതി ഇപ്പോഴും ഇവിടെ വെറുതെ ഇരുന്നാനെ. ഞാനുള്ളത് കൊണ്ട് മാത്രമാണ് ശ്രുതി ഷോറൂം തുടങ്ങിയത് അല്ലേ എന്നൊക്കെ ശ്രുതി ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഷോറൂം തുടങ്ങാനുള്ള ഐഡിയ എനിക്കും ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഐഡിയ എല്ലാവർക്കും ഉണ്ടാവും, പക്ഷെ അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് ശ്രുതിക്ക് അറിയത്തില്ല. ഞാൻ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ആ പൈസ മുഴുവൻ ശ്രുതിയുടെ അനിയന്മാരെടുത്തോണ്ടും പോയാനേ എന്നൊക്കെ ശ്രുതി പറയുവാണ്. അന്ന് ഷോറൂം തുടങ്ങിയില്ലായിരുന്നെങ്കിൽ ശ്രുതി ഇപ്പോഴും ഫയലും തൂക്കി ഓരോ ഓഫീസുകളും കമ്പനികളും കയറി ഇറങ്ങി നടന്നാനായിരുന്നെന്നൊക്കെ ശ്രുതി പറയുവാണേ. നിങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹം ഉണ്ടായിരിക്കാം, പക്ഷേ ആ അമ്മ ശ്രുതിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തന്നിട്ടുണ്ടോ എന്ന് ശ്രുതി വീണ്ടും ചോദിക്കുവാണ്. ബിസിനസ് തുടങ്ങാൻ ആധാരം പണയം വെക്കാൻ തരുമോ എന്ന് ചോദിച്ചപ്പോൾ പോലും അവർ തന്നില്ല. പക്ഷേ ഞാൻ നിന്നെപ്പറ്റി മാത്രമാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. നീ ബിസിനസ്സിൽ ഉയർന്ന ആളായിട്ട് വരണം, നല്ല പേരെടുക്കണം, നിനക്കൊരു നിലയും വിലയും ഒക്കെ ഉണ്ടാവണമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. എന്നെ അവിടെ ഇട്ട് തല്ലി ചതച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ശ്രുതി ഒന്നും മിണ്ടാതെ കണ്ടുകൊണ്ടിരുന്നില്ല എന്നൊക്കെ ശ്രുതി ചോദിക്കുവാണ്. ഞാൻ എന്ത് ചെയ്യണമെന്നായിരുന്നു ശ്രുതി നീ പറയുന്നത്? നീ മിണ്ടാതിരിക്കുമായിരുന്നെങ്കിൽ കുഴപ്പമില്ല, എന്തെങ്കിലും പറഞ്ഞ അമ്മയെ സമാധാനിപ്പിക്കുമായിരുന്നു. ഇത് കുറ്റം മുഴുവൻ എൻ്റെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് നീ സംസാരിച്ചതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഞാനല്ല കുറ്റം മൊത്തം നിൻ്റെ തലയിൽ ചുമത്തി വെച്ചത്. നീ എന്നെയാണ് അവിടെ കുറ്റക്കാരിയാക്കിയിട്ട് ഒറ്റപ്പെടുത്തി സംസാരിച്ചത്. ഒരു ബസ് അടിക്കാൻ വരുമ്പോൾ ഫ്രണ്ടിൽ എന്നെ തള്ളിയിട്ട് നീ രക്ഷപ്പെട്ടതുപോലെയാണ് ഈ സംഭവത്തിൽ എനിക്ക് തോന്നിയതെന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. എന്താണെങ്കിലും എല്ലാവരുടെ മുമ്പിലും നീ എന്നെ അത്രയും കുറച്ച് സംസാരിക്കാൻ പാടില്ലായിരുന്നു ശ്രുതി. ആ സച്ചിയും ഭാര്യയും അത് കണ്ട് എന്തോരം ചിരിച്ചൊന്നും നിനക്കറിയാവോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എന്നെ അത്രയും പേരുടെ മുമ്പിൽ തല്ലിയപ്പോൾ നിനക്കിതൊന്നും തോന്നിയില്ലേ എന്നൊക്കെ ചോദിക്കുവാണ്. നിനക്കറിയാവോ, എല്ലാവരും എന്നെ മണ്ടനെന്ന് വിളിച്ചപ്പോഴും എനിക്ക് കുഴപ്പമില്ലായിരുന്നു. നീയെങ്കിലും എൻ്റെ കഴിവിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഓർത്തു. പക്ഷേ നീ തന്നെ എന്നെപ്പറ്റി ഇങ്ങനെ തരം താഴ്ത്തി സംസാരിച്ചല്ലോ ശ്രുതി എന്നൊക്കെ പറഞ്ഞ് ശ്രുതി വിഷമിക്കുവാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ വഴക്കടിച്ചുകൊണ്ടിരിക്കുവാണ്. ശ്രുതി പറയുന്നുണ്ട്, മറ്റുള്ളവരെ പോലെ തന്നെ നീയും എന്നെ തരം താഴ്ത്തി സംസാരിച്ചു. എല്ലാവരും എന്നെ വിഷമിപ്പിക്കുമ്പോൾ നീ എനിക്കൊരു ആശ്വാസമായിരിക്കും എന്നൊക്കെ ഞാൻ കരുതി, പക്ഷെ അതൊക്കെ വെറുതെയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്നൊക്കെ ശ്രുതി പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ ഒരു വാക്കാണ് നീ ഇങ്ങനെ പൊക്കിപ്പിടിച്ച് ഇത്രയും ദേഷ്യപ്പെടാൻ കാരണം. പക്ഷെ എല്ലാവരുടെ മുമ്പിലും എന്നെ തല്ലിയത് നിനക്കൊരു വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല എന്നൊക്കെ ശ്രുതി പറയുവാണ്. ശ്രുതി മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കാൻ ഒരിക്കലും ഞാൻ ഇടം വരുത്തിയിട്ടില്ല. സച്ചി ശ്രുതിയെ പറ്റി അപമാനിച്ച് സംസാരിക്കുമ്പോഴൊക്കെ ശ്രുതിക്ക് വേണ്ടിയേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. വർഷയുടെ അമ്മ അന്ന് AC തിരിച്ചു തരാൻ വന്നപ്പോഴും എൻ്റെ താലിച്ചേൻ വിറ്റിട്ടാണ് ശ്രുതി ബാക്കിയുള്ളവരുടെ മുമ്പിൽ തല കുനിക്കാൻ വേണ്ടി ഞാൻ അന്ന് പൈസയൊക്കെ ബാലൻസ് ചെയ്തത്. എന്നെയാണ് ശ്രുതി ഇന്ന് ഒറ്റപ്പെടുത്തി സംസാരിച്ചത്. ഇപ്പോൾ മുറിയിലോട്ട് വന്നപ്പോൾ പോലും എന്നോട് സോറി പറയാൻ വന്നതായിരിക്കും എന്ന് ഞാൻ കരുതി. പക്ഷേ അങ്ങനെയല്ല, ശ്രുതി ഇപ്പോഴും ശ്രുതി ചെയ്ത തെറ്റ് മനസ്സിലാക്കുന്നില്ല. ശ്രുതിക്ക് എന്നോട് എത്രത്തോളം സ്നേഹമുണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്നൊക്കെ ശ്രുതി പറയുവാണ്. എന്നിട്ട് ബാഗൊക്കെ എടുത്ത് ശ്രുതി റൂമിൽ നിന്നും പുറത്തു പോകാൻ പോകുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, ശ്രുതി നീ എങ്ങോട്ടാന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എനിക്കെന്ന് പറഞ്ഞ ആരുമില്ലാത്ത വീട്ടിൽ ഞാൻ എന്തിനു നിൽക്കണം, ഞാൻ പോവാ, ഞാൻ പറഞ്ഞത് തെറ്റാ, നീ വളരെ ബുദ്ധിശാലിയാ, ഒരുപാട് പഠിപ്പുള്ളവനാ, ബുദ്ധിയുള്ളവനാ, ഇനിയും ഒരുപാട് പഠിച്ചിട്ട് ഈ വീടിൻ്റെ മുമ്പിൽ ഒരു വലിയ ഫ്ലെക്സ് ബോർഡ് അടിച്ച് വെക്ക് എന്ന് പറഞ്ഞിട്ട് ശ്രുതി ദേഷ്യത്തിൽ നിന്നും ആ മുറി തുറന്ന് വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങി പോവാണ് കേട്ടോ. പോകുമ്പോഴേക്കും വാതിക്കലെത്തുമ്പോഴേക്കും ശ്രുതി തിരിഞ്ഞു നോക്കുന്നുണ്ട്, ശ്രുതി വന്ന് തന്നെ വിളിക്കുമോ എന്നൊക്കെ. പക്ഷെ ശ്രുതി വരുന്നില്ല. ശ്രുതി ആ മുറിയിൽ തന്നെ നിൽക്കുവാണ്. ശ്രുതിക്ക് അത് ഒന്നുകൂടെ ദേഷ്യവും വാശിയൊക്കെ കൂട്ടുവാണ് ശ്രുതിയിൽ. എന്നിട്ട് അവിടെ നിന്നും ഇറങ്ങി പോവാണ് ശ്രുതി. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെമ്പനീർപ്പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.